മാർക്കറ്റിൽ ആളുകൾ താരതമ്യേന കുറവായിരുന്നു. മധ്യവേനൽ അവധി കഴിഞ്ഞ് വിദ്യാലയങ്ങൾ തുറന്നതോടെ പ്രവാസികൾ മുഴുവൻ ഗൾഫ് നാടുകളിൽ തിരിച്ചെത്തിക്കഴിഞ്ഞു. അതാണ് ഈ പെരുന്നാളിന് തിരക്ക് വർദ്ധിപ്പിച്ചത്. പെരുന്നാളിന് കോടിയെടുക്കുന്നത് സുന്നത്ത് അഥവാ പുണ്യകർമ്മമാണ്. അതുകൊണ്ട് തന്നെ റെഡിമെയ്ഡ് ഷോപ്പുകളിലാണ് ഈദൊരുക്ക നാളുകളിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. വിവിധ രാജ്യക്കാരായ പ്രവാസി മുസ്ലിങ്ങളാണ് പെരുന്നാൾ കോടിയെടുക്കുന്നതിനായി ഷോപ്പുകളിലെത്തുന്നത്. ഇത്തവണ അപ്രതീക്ഷിതമായുണ്ടായ തിരക്ക് മൂലം സ്റ്റോക്ക് ചെയ്ത തങ്ങളുടെ ഒട്ടുമിക്ക വസ്ത്രങ്ങളും പെരുന്നാളിന് മുമ്പേ വിറ്റഴിഞ്ഞതായാണ് ദുബായിലെ മൊഗ്രാൽ ബ്രാൻഡിന്റെ ഉടമ അഷ്റഫ് മൊഗ്രാൽ പറയുന്നത്. ഈ പെരുന്നാളിന് നല്ല തിരക്കാണ്. ഫാമിലിയാണ് കൂടുതലും. സൗദിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഫാമിലി ഉള്ളത്. അതുപോലെ മറ്റു നാടിനെ അപേക്ഷിച്ചിടത്തോളം ഫാമിലി എല്ലാ നാട്ടിൽ നിന്നുണ്ട് ഫാമിലി. സ്കൂൾ അവധി ആയതുകൊണ്ടാണ് കൂടുതലും ഫാമിലി ഇവിടെ ആകർഷിക്കുന്നത്. അത് ഞങ്ങളെ സ്വന്തം ബ്രാൻഡായ മൊഗ്രാൽ തന്നെ അതിൽ നിന്ന് ഏകദേശം 10-40 ഐറ്റംസുകൾ ഇറങ്ങുന്നുണ്ട്. മാൻസ് വേറെയാണ് മൊത്തം. കൂടുതലും നല്ല സെയിലാണ്. മൊഗ്രാലിൻ്റെ എല്ലാ ഐറ്റംസും, ഷർട്ടും പാൻറ്റും ടീഷർട്ടും ട്രാക്ക് സൂട്ടും മറ്റുള്ള ഐറ്റങ്ങളടക്കം 10-40 ഐറ്റംസുകൾ മൊഗ്രാലിൻ്റെ തന്നെ ഇറങ്ങുന്നുണ്ട്. നല്ല സെയിലാണ് ഈ വർഷം. കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ചിടത്തോളം നല്ലൊരു സെയിലാണ് ഈ വർഷം. ബലിപെരുന്നാൾ നമസ്കാരം നടക്കുന്ന പള്ളികളുടെയും ഈദ്ഗാഹുകളുടെയും ലിസ്റ്റ് എല്ലാ രാജ്യങ്ങളെയും ഇസ്ലാമികകാര്യ വിഭാഗം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. UAE-യിൽ മലയാളികളുടെ ഈദ്ഗാഹിന് ദുബായ് അൽക്കൂസ് അൽമനാറിന് പുറമെ ഷാർജ ഫുട്ബോൾ ക്ലബ് മൈതാനത്തും പെരുന്നാൾ നമസ്കാരത്തിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ദുബായിൽ ഇപ്പോൾ ഈദ് ഇൻ ദുബായ് പരിപാടികളും ആരംഭിച്ചു കഴിഞ്ഞു. 17 ദിവസം നീളുന്ന ആഘോഷ പരിപാടികളാണ് ഇതോടനുബന്ധിച്ച് നടക്കുന്നത്. ഈദ് ഇൻ ദുബായ് ഒക്ടോബർ 11-നാണ് സമാപിക്കുന്നത്. എവിടെയും ആഘോഷപ്പൊലിമയാണ്. ഈദുൽ അദ്ഹയെ വരവേൽക്കാനുള്ള ആമോദം, ഭക്തിയുടെ ആവേശം. അതിനായി നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ഷോർട്ട് ടൈം.